ചില സ്ത്രീകളുടെ നോട്ടവും പെരുമാറ്റവും കാണുമ്പോൾ പുരുഷന്മാർക്ക് അറിയാൻ കഴിയും അവർ വളയുമെന്ന്. ഒരു നടന്റെ വാക്കുകളാണ് ഇത്. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട താരദമ്പതികളാണ് നടൻ മനോജ് കുമാറും നടി ബീന ആന്റണിയും. ഈ മനോജ് കുമാറിന്റെ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് മുകളിൽ പറഞ്ഞ ഈ വാക്കുകൾ. നടിമാർക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളെ കുറിച്ച് മനോജ് കുമാർ പറഞ്ഞു വന്നതാണ് ഇതൊക്കെ. സ്ത്രീകളുടെ നോട്ടവും പെരുമാറ്റവും കാണുമ്പോൾ പുരുഷന്മാർക്ക് മനസ്സിലാകും അവർ വളയുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും ബോൾഡായി തന്നെ ഇരിക്കണം പോലും. സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലാണ് മനോജിന്റെ ഈ ഒരു പ്രസ്താവന. ഞാൻ നേരത്തെ മുതൽ സ്ത്രീകളോട് ബഹുമാനമുള്ള ആളാണ് എന്നൊക്കെ വിളമ്പുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞത് തികച്ചും സ്ത്രീവിരുദ്ധ പരാമർശമാണ്. സ്ത്രീകളുടെ നോട്ടവും പെരുമാറ്റവും കൊണ്ടാണോ ഈ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടക്കുന്നത്? ചലച്ചിത്ര മേഖലയിൽ ഇത്രയധികം ആരോപണങ്ങൾ ഉയരുമ്പോൾ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന മനോജ് എങ്ങനെയാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാകുന്നത്? സ്ത്രീകളെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ നടത്തിയ മനോജിന്റെ പ്രസ്താവനയ്ക്ക് കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ബീന ആന്റണിയും സിദ്ദിഖും ഒരുമിച്ചുള്ള വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ഇതിനെ വെളുപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ മനോജ് നടത്തുന്നത് എന്നാണ് ഇപ്പോഴത്തെ സംശയം. ഭാര്യ മറ്റൊരു പുരുഷനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ മൊത്തത്തിൽ സ്ത്രീകളെ ഒന്ന് ചൊറിയണമെന്ന് മനോജിന് തോന്നി എന്ന് വേണം കരുതാൻ. പക്ഷേ മനോജ് കുമാർ മനഃപൂർവ്വം മറന്നുപോയ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഭാര്യയായ ബീന ആന്റണിയെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത് അവരുടെ നോട്ടവും പെരുമാറ്റവും കൊണ്ടായിരുന്നു എന്ന് മനോജ് തീർച്ചയായും വ്യക്തമാക്കി തരണം. മുൻപും സ്ത്രീവിരുദ്ധത പ്രസംഗിക്കാൻ മനോജ് കുമാർ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് അതിനെയെല്ലാം ശക്തമായി സ്ത്രീ സമൂഹം എതിർത്തിട്ടുമുണ്ട്. അമ്മയും സഹോദരിയും പിന്നെ ഭാര്യയും ഒക്കെ ഉള്ളതുകൊണ്ട് എന്നും സ്ത്രീകളോട് ബഹുമാനം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്ന് മനോജ് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ മുകേഷിനും സിദ്ദിഖിനും ജയസൂര്യയ്ക്കും ഇപ്പോൾ ആരോപണ വിധേയരായ എല്ലാവർക്കും ഭാര്യയും അമ്മയും ഒക്കെ ഉള്ളവരാണല്ലോ. മറ്റുള്ള സ്ത്രീകളോട് അവർക്ക് എന്ത് തരം വികാരമാണ് അപ്പോൾ തോന്നുന്നത്? അതോ ബഹുമാനം കൂടിപ്പോയത് കൊണ്ടാണോ? എല്ലാ മേഖലയിലും പുരുഷന്മാരിൽ പ്രേമരോഗികളും ഞരമ്പ് രോഗികളും ഒക്കെ ഉണ്ട്. പക്ഷേ സിനിമാക്കാരെ എറിയാൻ പലർക്കും താല്പര്യം കൂടുതലാണ്. നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മനോജ് കുമാർ പറയുന്നു. എന്താണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്? അവരുടെ കതകിൽ വന്ന് തട്ടുമ്പോൾ ആരും അറിയാതെ തുറന്നു കൊടുക്കണമായിരുന്നോ? അതോ ഇപ്പോഴും ഒന്നിനോടും പ്രതികരിക്കാതെ മിണ്ടാതിരിക്കണമായിരുന്നോ? സ്ത്രീകളോടാണെങ്കിലും പുരുഷന്മാരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മാന്യമായി ജീവിക്കുക എന്നതാണ്. വേണ്ടാത്ത ചിന്തകളിലേക്ക് പോകരുത്. മനോജിന്റെ ഉപദേശം ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ സ്ത്രീകളെ ഇത്തരത്തിൽ അടച്ചാക്ഷേപിച്ച് സംസാരിക്കരുതായിരുന്നു. മലയാള സിനിമയിലെ ഒരു പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായ വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞപ്പോഴാണ് ഹേമ കമ്മിറ്റി അന്വേഷണത്തിനായി നിയോഗിച്ചത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞതെല്ലാം ഏറെക്കുറെ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. മനോജ് കുമാർ ഒന്ന് മനസ്സിലാക്കുക, പഴയ കാലമൊന്നുമല്ല. ഇന്ന് സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ അറിയാം. എന്ത് സംഭവിച്ചാലും അതെല്ലാം സഹിച്ച് ഒതുങ്ങിക്കൂടുന്നവളല്ല ഇന്നത്തെ സ്ത്രീകൾ. എന്ത് ശരി എന്ത് തെറ്റ് എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. തെറ്റ് ചെയ്തവർ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് സ്ത്രീകളുടെ കുറ്റമെന്ന് പറയാൻ നിങ്ങളെപ്പോലെ ഒരാൾക്ക് യാതൊരു യോഗ്യതയുമില്ല. സ്ത്രീകൾ ദുർബലരല്ല എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് സ്ത്രീകളെ പറ്റി പറയാൻ ഇനി നിങ്ങൾക്ക് യോഗ്യതയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.